ഉപ്പ ഒരു പോൺ അഡിക്ഷൻ ഉള്ള ആളാണ്. ഒരു സംഭവം എന്നിട്ട് സ്ത്രീ മറ്റേ ഈ മോള് പങ്കുവെക്കുന്നുണ്ട്. ആ വീട്ടിലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയൊക്കെ പല ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവർ അദ്ദേഹം സ്പർശിക്കുന്നുണ്ട്. ഇത് സ്വന്തം ഉപ്പനെ കുറിച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉമ്മയോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മക്കും ഈ വിഷയങ്ങൾ അറിയാം. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ടെൻഷനാണ്. ഉപ്പയോട് ചോദിക്കാൻ പേടിയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ഇതൊക്കെ ചില അസുഖങ്ങളാണ് ആളുകൾക്ക്. ഈ പലരും എന്താ വെച്ചാൽ ഈ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമായ ആളുകളിൽ ഈ ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഹോമോസെക്സ് വളരെ വ്യാപകമാണ്. ഇന്നത്തെ പോലെ തന്നെയാണ് ഈ ഹോമോസെക്സ്. അപ്പോൾ അത് വ്യാപകമായി വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അതിന് വിധേയമാകുന്ന കുട്ടികളുണ്ടായിരിക്കും. അവർ വിധേയമാകൽ എപ്പോഴായിരിക്കും? ഒരു 6 വയസ്സിലോ 7 വയസ്സിലോ 8 വയസ്സിലേക്കാണ്. അപ്പോൾ ഒരു 14, 15, 18 വയസ്സിൽ അവർക്ക് ഉണ്ടാവേണ്ട വൈകാരികതകൾ എന്തായിത്തീരും? ഈ ടച്ചിങ്ങിലൂടെയും പരിപാടികളിലൂടെയൊക്കെ കുട്ടികൾക്ക് ലഭിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ നേരത്തെ തന്നെ ലൈംഗികപരമായ ഉത്തേജനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവരത് നിർവഹിക്കാൻ വേണ്ടി ഒരു നിലക്കും അന്തല്ലാത്ത പല വഴികളും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഇവർക്ക് ഇവരെ ഒരു ലൈംഗിക വൈകൃതങ്ങളായിപ്പോവും. ഒരു 8 വയസ്സായ കുട്ടിയൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു മുതിർന്ന വ്യക്തി പോൺസൈറ്റ് കാണുന്ന പോലെ കാണുന്നു, സ്ത്രീകളെ നോക്കുന്നു, എല്ലാം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ലൈംഗിക വൈകൃതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും വെച്ചാൽ അവർക്ക് എത്ര ഏജ് ആയാലും ഇതിങ്ങനെ നിലനിന്ന് പോകും. ഇപ്പോൾ പോൺസൈറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്കിപ്പോൾ ഇത് മക്കളറിയാതെയും ഭാര്യ അറിയാതെയൊക്കെ കൊണ്ടുനടക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ അഡിക്ഷൻ്റെ പാരമ്യതയിൽ എത്തിയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാണ്? നിയന്ത്രണങ്ങൾ കിട്ടാതെ എല്ലാവരും കണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കുട്ടികളും മക്കളും വൈഫൊക്കെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകളെ നമ്മൾ ചികിത്സിച്ച് ശരിയാക്കലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ എനിക്കൊരു രക്ഷാവിനെ അറിയാൻ പറ്റും. വൈഫ് അയാൾ ഒഴിവാക്കി. കാരണം മക്കൾ സുരക്ഷിതരല്ല അയാളത്ത്. ഇപ്പോൾ വൈഫ് അയാളെ വിട്ടു, മക്കളാണ് പോവില്ല. അപ്പോൾ അയാൾ മാത്രം ഇപ്പോൾ ഒരു വീട്ടിലേക്ക് താമസിക്കുകയാണ്. അയാളത്ത് കാര്യം ചെല്ലൂല. മക്കളൊക്കെ പറയും ഉമ്മ നിങ്ങൾ പോയിക്കൊള്ളുന്ന പറയും. പക്ഷെ ഉമ്മക്ക് പോകാൻ പറ്റില്ല, മക്കളൊക്കെ ഇവിടെ അല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ദുരവസ്ഥയിലേക്ക് അവർ അവസാനം എത്തിപ്പെടും. അവരിത്ത് ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ വൈഫിന് തന്നെ ഇങ്ങനത്തെ വൈകൃതങ്ങൾ ഉള്ളതുകൊണ്ട് അയാളോട് ഒരു വെറുപ്പ് വൈഫിനും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായ ഏകാന്തതയിലേക്കാണ് അയാൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇയാൾക്ക് അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ എങ്ങനെ അയാളോട് പറയുന്നുള്ളതാണ് ഇവിടെ ക്രൈസിസ്. അതിനുള്ള പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യലുണ്ട് സാധാരണ. ഇപ്പോൾ ഇങ്ങനത്തെ ആളുകൾ നമ്മളെ വിളിച്ച് പറയും എന്ത് ഉപ്പൊക്കെ ഇങ്ങനെ കുഴപ്പമുണ്ട്, ഞങ്ങൾ നമ്പർ തരാം, നിങ്ങളൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറയും എനിക്ക് നിങ്ങളെ അറിയില്ല, ഒരിക്കലും എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇനി തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അപകടങ്ങളുണ്ടാവും. അങ്ങനെ പറയുമ്പോഴത്തേന് അവർ തുറന്ന് പറയും എൻ്റെ അവസ്ഥ ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ ചില ആളുകൾ നിഷേധിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് അതിൽ ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുത്ത ചില ആൾക്കാർ എന്ത് ചെയ്യുന്നവരും ഇനി ഞാൻ വഷളാവേണ്ട വിചാരിച്ച് അവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ആരാണെന്ന് അറിയാതെ അവരറിയിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യാണ്, ആരെക്കൊണ്ടെങ്കിലും ഒന്ന് വിളിപ്പിച്ച് സംസാരിപ്പിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വഴിയാണ്. ഇനി അതില്ലെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ഏറ്റവും വല്ല ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ അവരൊറ്റക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതിന് വിരോധമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വൈഫിനാണ് പറയാൻ പറ്റും, അയാളുടെ ഭാര്യയ്ക്ക്. അപ്പോൾ മക്കളൊക്കെ പാടെ അടുത്ത് വന്നിരുന്നു, ഇവരിങ്ങനത്തെ വിഷയം സംസാരിച്ചു, ഇത് നമുക്ക് ഭയങ്കര അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അവരെ തിരുത്താൻ ഒരു പക്ഷേ സാധിച്ചേക്കും.